ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈദ് മുബാറക്ക് ആശംസകൾ നേരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ കേട്ടത് നമ്മുടെ പള്ളിയിൽ തക്ബീർ ചൊല്ലണമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പള്ളിയിലേക്ക് കുറച്ചുണ്ട്. തന്നെ ഞാൻ ഇവിടെ ചിക്കനിലൊന്ന് മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിക്കുള്ള ബോൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോഴേക്കും പത്തിരിയൊക്കെ ഒന്ന് ചുടുന്ന ആ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഞാനിപ്പോൾ നമ്മൾ വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മാവ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പത്തിരി. അപ്പോൾ ഇവിടെ ഉണ്ണികൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനിന്ന് പത്തിരി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിൽ പറഞ്ഞു കുഴപ്പമില്ല ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. എന്താ പറയുക, പെരുന്നാളിൻ്റെ അന്നൊക്കെ പത്തിരിയും ചിക്കനും കാലത്ത്, അല്ലെങ്കിൽ പത്തിരി നാളികേരപ്പാൽ. ഇവിടെ ഈ സൈഡൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ നെയ്പ്പത്തിൽ ചിക്കൻ കറി അല്ലെങ്കിൽ നെയ്യപ്പം അങ്ങനെയൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് കേട്ടോ. നെയ്യപ്പവും ബീഫൊക്കെ നമ്മുടെ വയനാട് നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ അപ്പോഴേക്കും ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞു, ചിക്കനൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഒന്ന് റെഡിയായി. അപ്പോൾ അതിന് ശേഷം ഞാനിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ എടുക്കണില്ല കേട്ടോ. കറി വെക്കണതിൻ്റെ ഒന്നും എല്ലാവർക്കും അറിയണം. ഇപ്പോൾ എല്ലാവരും ഇന്ന് തന്നെയായിരിക്കും കേട്ടോ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനായിട്ടത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നല്ല, എൻ്റെ ഫോണിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതാണ് കേട്ടോ മെയിൻ കാരണം, അതാണ് കേട്ടോ. വീഡിയോസൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ചോറും അതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമ്മളെ ഗാർണിഷിങ് മാത്രമാണ് ഞാൻ എടുക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കളർ, നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന കളർ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറച്ച് എസൻസിൽ കുറച്ച് വെള്ളത്തിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലാണ് കളർ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് സബോള അതുപോലെ തന്നെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഗ്യാസ് ഒന്ന് ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അതിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എസൻസും നെയ്യും ഒക്കെ കൂടി ഒന്ന് ചൂടായി എല്ലാതും ഒന്ന് റെഡിയായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബിരിയാണിക്ക് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിലുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ അവൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുമോ എന്നറിയില്ല. അപ്പോൾ പാത്തൂസിനും സുഡാപ്പിക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ, ഇപ്പോൾ കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ എന്നോട് ഇന്ദു, എൻ്റെ യൂട്യൂബ് ഫ്രണ്ടാണ്, അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് ഇട്ടതിന് ശേഷം എനിക്ക് വീഡിയോ ഒന്ന് അയക്കണമെന്ന്. അപ്പോൾ ഇതും കൂടി അന്ന് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ തീരെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.